വാട്ട് ഈസ് യുവർ പ്രോബ്ലം? എനിക്കൊരു മൈൻഡ് ചെയ്യണ്ട. എനിക്കൊരു ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ കുറച്ച് നാളായി വ്ളോഗിങ് കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട്. അപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിച്ചായിരുന്നു എന്താണ് ഇപ്പോൾ വീഡിയോസ് ഒന്നും ഇല്ലെന്ന്. സത്യത്തിൽ ഇതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യുവാണ്. കാരണം വേറൊന്നുമല്ല, എൻ്റെ ഫോണിന് ക്യാമറ ക്വാളിറ്റി കുറവായിരുന്നു. അപ്പോൾ ഞാൻ അനസിയുടെ ഫോണിലാണ് വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. അനസി എന്ന് പറഞ്ഞ എൻ്റെ സിസ്റ്ററാണ്, ചേച്ചിയാണ്. അപ്പോൾ ഇപ്പോൾ അവൾക്ക് അവളുടെ ബിസിനസ്സിൻ്റെ കാര്യമൊക്കെ ആയിട്ട് അവൾക്ക് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് കൂടെ എൻ്റെ വീഡിയോസ് എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോസൊന്നും ഇടാതിരുന്നത്. ഇപ്പോൾ 12 മണി ആയി. 12 മണിയല്ല, ഇപ്പോൾ സദ്യയിൽ 1 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഹാഫ് ആയിട്ടുണ്ട്. ഈ ഒരു ഡേയുടെ ഹാഫ് ആയിട്ടുണ്ട്. പിന്നെ ഇപ്പം എന്താണ് നമ്മുടെ ഡേയിൽ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഈ വീഡിയോയിൽ ഉണ്ടാകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അമ്മ എന്ത് ചെയ്തോണ്ടിരിക്കേ? ഫേസ്ബുക്കിലും ഉണ്ട്, യൂട്യൂബിലും ഉണ്ട്, ഇൻസ്റ്റഗ്രാമിലും ഉണ്ട്, എല്ലാത്തിലും സെലീന സൈജും ഉണ്ട്. ഗൈസ്, അമ്മക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് കേട്ടോ, ഡേവിഡ് സെലിയോ. എന്താണ് പറയൂ? യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതെ, അമ്മയുടെ ഇതിൽ മാത്രമേ സംസാരിക്കത്തുള്ളൂ എന്നാ പറയുന്നത്. അപ്പൊ അമ്മ അതിനകത്ത് കുറച്ച് ഷോർട്സ് ഒക്കെ ഇട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡേവിഡ് സെലി എന്നാണ് നമ്മുടെ ചാനലിന്റെ പേര് വരുന്നത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അമ്മ എന്താ ചെയ്യുന്നേ? ഞാൻ എന്തുകൊണ്ടാണ് ഇത്ര നാളെ വീഡിയോസ് ഒന്നും ഇടാഞ്ഞത്? ഫോൺ മോശമായതുകൊണ്ട്. എനിക്ക് പൈസ ഇല്ല മേടിക്കാനായിട്ട് പുതിയ ഫോൺ. ഇവരെനിക്ക് മേടിച്ചു തരുന്നില്ല. അതെ, പക്ഷെ എൻ്റെ ഈ ബർത്ത്ഡേക്ക് അമ്മ എനിക്കൊരു ഐഫോൺ സമ്മാനമായിട്ട് മേടിച്ചിരുന്നാണ് ഞാൻ അറിഞ്ഞത്. എൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട്, അപ്പം അമ്മ സർപ്രൈസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. എനിക്ക് ഐഫോൺ മേടിച്ചു തരാൻ പോകുന്നത് കണ്ടോ. ഒരു 1 മണിയൊക്കെ ആയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇവിടെ നല്ല മഴക്കാറ് മൂടി കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഗൈസ്. ഇതായിരുന്നു നമ്മളുടെ ഫസ്റ്റ് വീട്. ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ താമസം മാറിയിട്ട് 7 വർഷമായി. മിനിഞ്ഞാന്നായിരുന്നു നമ്മുടെ പുതിയ വീടിൻ്റെ ആനിവേഴ്സറി വന്നിരുന്നത്. ഇവിടെ നമുക്ക് കുറേ ചെടിയൊക്കെ കാണാൻ പറ്റും. ഇത് അച്ഛൻ തന്നെ ഉണ്ടാക്കിയ ഒരു ചെടിച്ചട്ടിയാണ്. ഇതെന്താണ് ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തടിയുടെ പോലത്തെ ഒരു ഷേപ്പിൽ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ തടിയുടെ പെയിൻറ്റ് കൊടുക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് ഒരു വെറൈറ്റിക്കാണ് ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തത്. എന്തായാലും കൊള്ളാം സംഭവം. പിന്നെ ഇവിടെ കുറേ ചെടികളുണ്ട്. ഞാൻ നട്ടൊരു ചെടിയാണിത്. ഇത് ഞാൻ നട്ട ആ ഒരു ടൈമിൽ എപ്പോഴും വെള്ളമൊക്കെ ഒഴിക്കുമായിരുന്നു. അപ്പം അച്ഛൻ തന്നെയാണ് ഈ ചെടി നോക്കുന്നത്. ഇപ്പോൾ പൂവൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ. നല്ല മഴക്കാറ് വരുന്നുണ്ട്. ഇനിയിപ്പം മിക്കവാറും ഉച്ച കഴിഞ്ഞ് മഴ തന്നെ ആയിരിക്കും. എപ്പോഴും ഇങ്ങനെയാണ്. ഇപ്പോൾ ഒരു ചെറുതായിട്ട് വെയിൽ വന്നായിരുന്നു, പക്ഷെ പെട്ടെന്ന് തന്നെ മഴ പെയ്യും. ഇവിടെ ഓറഞ്ച് ഉണ്ട് കേട്ടോ. നമ്മൾ നാരങ്ങ പോലെ തന്നെ ഇരിക്കും, ബട്ട് ഇത് ഓറഞ്ചാണ്. കണ്ടോ, നാരങ്ങ പോലെയാണ് ഇതിരിക്കുന്നത്. നമ്മൾ പച്ച നാരങ്ങയാന്ന് വിചാരിക്കും. ഇവിടെ വരുന്ന എല്ലാവരും ഇത് നാരങ്ങയാന്ന് വിചാരിച്ച് പറിച്ചുകൊണ്ട് പോകും. പക്ഷെ ഭയങ്കര പുളിയാണ് കേട്ടോ. ഭയങ്കര പുളിയെന്ന് വെച്ചാൽ ഭയങ്കര പുളിയാണ്. നമുക്ക് വായിൽ വെക്കാനേ പറ്റത്തില്ല. പിന്നെ ഞങ്ങളും ഇത് നാരങ്ങ വീട്ടിലില്ലാത്തപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് ആക്ച്വലി സത്യം പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ ജർമ്മൻ ലാംഗ്വേജായിട്ടൊരു കണക്ഷൻ ഇല്ല, അധികം ഇല്ല. നേരത്തെയൊക്കെ ആണെങ്കിൽ ഞാൻ ഏതൊക്കെ എക്സാമിന് തോറ്റു കഴിഞ്ഞാലും ലൈക്ക് ഞാൻ സ്പീക്കിങ്ങിനാണ് കൂടുതലും പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു എക്സാമിന് തോക്കുവാണെങ്കിൽ നമ്മൾ കൂടുതലും എക്സാമിനേഴ്സിനെ ബ്ലെയിം ചെയ്യാതെ നമ്മളുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നാദ്യം നമ്മൾ അനലൈസ് ചെയ്യണം. അത് ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും. നമുക്ക് ബെറ്ററായിട്ടൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഏതെങ്കിലും എക്സാമിന് ഫെയിലാകുമ്പോൾ ഞാൻ ആ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഞാൻ എക്സാമിനേഴ്സിനെ കുറ്റം പറയും. അവരുടെ ബ്രെയിൻ തന്നെ അത് കേൾക്കുവാണ്. സോ നമ്മുടെ ബ്രെയിൻ അവിടെ സൊല്യൂഷൻസ് തപ്പി പോകത്തില്ല. ഒരിക്കലും ഞാൻ വേറെ ആൾക്കാരെ കണ്ടിട്ട് പറയുന്നല്ല. എനിക്ക് പേഴ്സണലി എർഫാളിങ് നമുക്ക് കുറേ ഉണ്ടാവും. എക്സാം ഇത് എല്ലാവർക്കും ഉണ്ടാവും. അതേപോലെ വൊക്കാബ്സ് നമുക്ക് കുറച്ച് പഠിക്കണം. അതേപോലെ ഞാൻ പറഞ്ഞ പോലെ ഈ റൂം ഒന്ന് ക്ലീൻ ചെയ്യണം. റൂം ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് ഫുൾ എന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്കറിയത്തില്ല. സിയുടെ ഐറ്റംസാണ് ഇവിടെ മൊത്തം ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തെങ്കിലും എടുത്ത് മാറ്റി വെച്ചത് കാണാതായാൽ പിന്നെ അതിൻ്റെ തലയിരിക്കും.
ജസ്റ്റ് നമ്മുടെ ഈ ഒരു ടേബിൾ ഒന്ന് ക്ലീൻ ആക്കണം, പിന്നെ ഈ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. അതൊക്കെയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ ഇനി ഒരു ജർമ്മൻ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ലൈക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വൊക്കാബ്സ്, ഒരു 10 വൊക്കാബ്സ്, കൂടിപ്പോയാൽ 10 വൊക്കാബ്സ്. അത് ഞാൻ അന്ന് പഠിക്കുന്ന വൊക്കാബ്സ് ഞാൻ അന്നന്ന് ഷോർട്സ് ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അത് നിങ്ങൾക്കും ചിലപ്പോൾ ഹിൽ ഫ്രൈഷ് ആയിരിക്കും, എനിക്കും ചിലപ്പോൾ ഹിൽ ഫ്രൈഷ് ആയിരിക്കും. എനിക്കും അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം അപ്പോൾ എനിക്ക് ഷോർട്സ് ഇടണം എന്നുള്ളൊരു വിചാരത്തിലെങ്കിലും ഞാൻ ന്യൂ വൊക്കാബ്സ് പഠിക്കും. പോയി കഴിഞ്ഞാൽ ഒരു 10 വൊക്കാബ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഡെയിലി പഠിക്കുന്നത്. ഞാൻ അത് കാക്കേനെ കൊണ്ട് അതാണ് എൻ്റെ ഒരു പ്ലാനിങ് എന്ന് പറയുന്നത്. ഈ ദിവസം ഇത് വരില്ല കേട്ടോ, ജർമ്മൻ വൊക്കാബ് ഈ ദിവസം വരില്ല. ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. അതായത് മേ ബി അല്ലെങ്കിൽ ഈ വീഡിയോയുടെ കൂടെ തന്നെ വരാം, അല്ലെങ്കിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വരാം, എപ്പോൾ വേണമെങ്കിലും വരാം. ഐ ഹാവ് നോ ഐഡിയ അബൌട്ട് ദാറ്റ്. അപ്പോൾ ഓക്കെ, ഇത്രയൊക്കെ പറയാനുള്ളൂ. എനിക്ക് അറിയില്ല എന്താണ് ഞാൻ സംസാരിക്കേണ്ടത് എന്നൊന്നും എനിക്കറിയില്ല. ആക്ച്വലി ഞാൻ നോർമലായിട്ട് ഇങ്ങനെയല്ല സംസാരിക്കുന്നത്. വീഡിയോ എടുക്കുമ്പോൾ ഉള്ള സംസാരമല്ല നോർമൽ സംസാരം. പക്ഷേ ഞാൻ ശരിക്കും നോർമലായിട്ട് സംസാരിക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് ഗൈസ്. വ്ളോഗിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ചെയ്ത് വരുമ്പോൾ ഓക്കെ ആകും. പ്രത്യേകിച്ച് കാര്യമോ പ്രത്യേകിച്ചൊരു ടോപ്പിക്കോ ഒന്നും എനിക്കില്ല. നമുക്ക് എന്തായാലും റൂം ക്ലീൻ ചെയ്യാം. ഓക്കെ, അതേ ഇനി ചെയ്യാനുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വൈകുന്നേരത്തെ പരിപാടി ആൻഡ് ഈ ഒരു ദിവസം തീരുന്ന വരെയുള്ള എന്തെങ്കിലുമൊക്കെ പരിപാടി എനിക്കൊന്നും ഇല്ല. പക്ഷെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നിങ്ങളത് കാണിച്ചു തരുന്നതായിരിക്കും. അതേപോലെ എനിക്കൊരാഗ്രഹമുണ്ട്, എന്തെങ്കിലും മൈൻഡ് ചെയ്യണ്ട. വാട്ട് ഈസ് യുവർ പ്രോബ്ലം? ഇവിടെ ഇരിപ്പുണ്ട് വണ്ടി. എനിക്കൊരാഗ്രഹമുണ്ട്, എന്തെങ്കിലുമൊക്കെ നമുക്ക് എല്ലാ ദിവസവും ചെയ്യണമെന്ന്. എപ്പോഴും ഈ വല്ല സീരീസോ എന്തെങ്കിലുമൊക്കെ കണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കും. ആ ഓരോ 24 മണിക്കൂർ നമുക്ക് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു ടൈമാണ്. അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം കേസ്. അല്ലേ നമ്മളൊരിക്കലും വേസ്റ്റ് ചെയ്യരുത്. കാരണം ഞാനത് വേസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ഇനി തൊട്ട് ഞാൻ എൻ്റെ ടൈം വേസ്റ്റ് ചെയ്യില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ ബൈ ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ റൂം ക്ലീൻ ചെയ്യാം. അപ്പോൾ ഗൈസ്, ഞാൻ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ച കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടേബിൾ ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ബെഡ്ഷീറ്റ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തോട്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനസയുടെ ഡിപ്പാർട്ട്മെൻറ്റാണ്. അതായത് അവളുടെ സാധനങ്ങളാട്ടോ, ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെയാണ്. കുറേയൊക്കെ മുകളിലാണ്, എങ്കിലും അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ താഴെ തന്നെയാട്ടോ വെക്കുന്നത്. മൊത്തം സാധനം വെച്ചിരുന്നെങ്കിൽ ഈ മുറി മൊത്തം ഫുള്ളായേനെ. ഞാൻ റൂം ഒതുക്കി. എന്താ അനസക്ക് പറയാനുള്ളത്? അനസ ചെയ്യണമെന്ന് വെച്ചിരിക്കുമായിരുന്നു. അനസേനെ ഓവർടേക്ക് ചെയ്താണ് ഞാൻ ആ റൂം ഒതുക്കിയത്. അയ്യടാ
ചായ റെഡിയായി ഗൈസ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ പോവാണ്. ഇത് നമ്മുടെ സ്പെഷ്യൽ ഏലക്ക ചായയാണ്. ഓക്കെ എന്തായാലും നമുക്ക് റിയൽ ലൈഫ് സിറ്റുവേഷൻ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ നോക്കാം. Möchten Sie nur etwas trinken oder auch etwas essen? അപ്പോൾ നീ റിപ്ലൈ ചെയ്യേണ്ടത് ഇങ്ങനെയല്ലേ, Ich würde auch gerne etwas essen. Können Sie mir die Karte bringen? Sicher. Haben Sie sich schon entschieden? Ich hätte gern eine Apfelschorle und den Fitnesssalat ohne Sahnedressing. Welches Dressing möchten Sie stattdessen? Sie hätten also den Fitnesssalat gerne mit Balsamico-Dressing anstatt Sahnedressing. Möchten Sie einen großen oder einen kleinen Salat? ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ ആരോടുമല്ല, നമ്മുടെ സ്വന്തം ജെമിനിയോടാണ്. നമ്മളൊരു കഫേയിൽ ചെന്ന് കഴിഞ്ഞ് അവിടുത്തെ കെൽനറും അതേപോലെ തന്നെ നമ്മളും കൂടെ സംസാരിക്കുന്ന ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻ ആയിരുന്നു ഞാനും ജെമിനിയും കൂടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട്. ഞാനത്ര പെർഫെക്റ്റ് ആയിട്ട് ഡോയിച്ച് പറയുന്ന ഒരാളൊന്നുമല്ല, പക്ഷേ എൻ്റെ കുറച്ച് ഫ്ലുവൻസി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുമുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഒരു ഡേ എന്ന് പറയുന്നത്. ഇതൊക്കെ കണ്ടിട്ട് എല്ലാ ദിവസവും ഇങ്ങനെ ഇരുന്ന ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് ഞാനെന്ന് തെറ്റിദ്ധരിക്കേണ്ട. ഇത് ഇടയ്ക്കിടയ്ക്ക് മാത്രമുള്ള കലാപരിപാടികളാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വ്ളോഗിൽ പ്രത്യേകിച്ചൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല, എങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടോളൂ. അപ്പോൾ ഓക്കെ, ബൈ.